ഫോൺ കിട്ടിയോ? ശിവ, എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം പോയി. ഫോൺ കിട്ടില്ല. അപ്പോ രാവിലെ വരെ ഉണ്ടായിരുന്ന നിന്റെ വിശ്വാസം തീർന്നല്ലേ? എന്നാ അതേ വിശ്വാസത്തോടെ ഫോണ് കിട്ടും നീ വിചാരിക്കേ. എന്താന്ന് വെച്ചാ ഐ സ്റ്റിൽ ബിലീവ് ഫോൺ എന്തായാലും കിട്ടും. ശിവ, നമ്മുടെ ഫോൺ ആരോ ഓൺ ചെയ്തു. വിളിച്ചു നോക്ക്. കോൾ ചെയ്താ അവർ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യും. ആ GPS. ആ ശശി, ഫോൺ ഇവിടെ അടുത്തെവിടെ ഉണ്ട്. നീ ആ GPS നോക്ക്. ഈ വഴി സ്ട്രേറ്റ് എന്നല്ലേ? ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റ്. റൈറ്റ്. നോ, ലെഫ്റ്റ്. നോ, റൈറ്റ്. ജീവിതത്തിൽ റൈറ്റ് ഏതാ റോങ് ഏതാന്ന് നിനക്കറിയില്ല. എന്നാ ലെഫ്റ്റ് റൈറ്റ് എങ്കിലും അറിഞ്ഞു വെച്ചൂടെ? റൈറ്റ്. ആ സിഗ്നൽ എടുത്തുണ്ട്. പെട്ടെന്ന്. എവിടെ? ആ ഫോൺ എവിടുന്നാ? ഇത് യൂട്ടൺ എടുത്തു. ശിവ, അവിടെ തൊട്ടടുത്തുണ്ട്. മുന്നോട്ട് പോ. എവിടെ? 2 മിനിറ്റ് ദൂരം. ഫാസ്റ്റ് ശിവ. ശിവ, ഇറ്റ്സ് ജസ്റ്റ് റൈറ്റ് ദേർ. നമ്മുടെ ഫോൺ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എന്തു പറ്റി? ശിവ, എന്താ പറ്റിയെന്ന് പറ. GPS ഓഫ് ചെയ്തു. വാട്ട്? ഫോൺ കിട്ടോ? എവിടെയാ ശിവ? പൊന്നോ, ഐ ലവ് യു പൊന്നോ. ഉമ്മയോ? ഇവിടെ എല്ലാരും നോക്കി നിൽക്കുക. എങ്ങനെയാ പറ പൊന്നെ. സാറേ കട്ടിയല്ലേ? എന്താ വേണ്ടേ? എന്റെ പേഴ്സ് കാണാതെ പോയി. നാട്ടിൽ പോവാൻ വണ്ടി കൂലി ഇല്ല. അല്ല സാറേ, ഈ ഫോൺ വെച്ചിട്ട് ഒരു 5000 രൂപ എനിക്ക് തന്ന ഉപകാരമായിരുന്നു. ഇത് ഡമ്മി ഫോണല്ലേ? അല്ല സാറേ, ബ്രാൻഡഡ് ഫോണാ. സാറ് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. സാറേ ഇവിടെ തന്നെ കാണിച്ചത്. ഈ ഫോൺ എടുത്തിട്ട് കുറച്ച് പൈസ തരും സാറേ. നാട്ടിൽ പോകാൻ കാശില്ല. സാറ് കാശ് തന്ന ഞാൻ നാട്ടിൽ പോയേനെ. എന്റെ കയ്യിൽ ഇല്ലടോ. നിനക്കോടാ? നീ ഇവിടെ നിക്കണ. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാൻ പോവാ സാറേ. പിന്നെ കാണാം സാറേ. നിക്കാനാ പറഞ്ഞത്. ശിവ, എന്തിനാടാ ഇങ്ങനെ ഓടിക്കതച്ച് വരുന്നത്? എന്താ പോലീസുകാരെങ്കിലും നിന്നെ ഓടിച്ചോ? അല്ല ഏട്ടാ, പോയ കാര്യം സാധിച്ചോ ഇല്ലയോ? പ്ലീസ് ഭയ്യ, എന്റെ ഫോൺ എനിക്ക് തന്നെ നന്നാക്കി. എത്ര പണം വേണമെങ്കിലും തരാം. എത്ര വേണമെങ്കിലും തരാനാണെങ്കിൽ പുതിയൊരു ഫോണൊക്കെ മേടിച്ചാ പോരെ നിനക്ക്? ഇങ്ങനെ കിടന്ന് അണയ്ക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്?
ന്യൂസ്. ബാംഗ്ലൂരിലെ ഒരു പാർക്കിൽ നിന്നും പുറത്തായ അശ്ലീല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായിരിക്കുകയാണ്. കമിതാക്കൾ സീക്രട്ടായി റെക്കോർഡ് ചെയ്ത വീഡിയോ എങ്ങനെ പുറത്തു വന്നു? ഇരുവരും ഈ വീഡിയോ അറിഞ്ഞുകൊണ്ട് പുറത്തുവിട്ടതാണോ അതോ പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ മനഃപൂർവ്വം നാണികെടുത്തുവാൻ വേണ്ടി മാനോടി വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ അതിലെന്തോ രാസകേളികളുണ്ടല്ലോ. പ്ലീസ് ബ്രോ, ഞാൻ കാല് പിടിക്കാം. എന്റെ ഫോൺ എനിക്ക് താ. അവൻ അപേക്ഷിക്കുന്ന കാണുമ്പോ സങ്കടം തോന്നടാ. ഫോൺ താ. നമ്മുടെ ഫോൺ അവിടെ ഇല്ല ശിവ. നമ്മുടെ ഫോൺ അവരുടെ അടുത്തില്ല. എനിക്ക് ബാറി വെച്ച് കിട്ടിയ ഫോൺ ഉണ്ടല്ലോ, അത് ഐഫോൺ അല്ലായിരുന്നു. മിണ്ടായിരിക്കടാ. ഇൻഫാക്ട് അവരുടെ അടുത്ത് നമ്മളെ ഫോൺ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുള്ളൂ. എന്താന്ന് വെച്ചാ എനിക്ക് ഫോണിനെക്കാളും നീയാണ് വലുത്. അവര് രണ്ടുപേരും റൂം ലോക്ക് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു. വെറുതെ വിടരുത്, അവരെ കൊന്നേക്ക്. ശരി ചേട്ടാ. ഏയ്. നീ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാ ശിവ. ശശി, ശശി, നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. നിനക്ക് സമനില തെറ്റിയോ? ഞാൻ പിന്നെന്താ ചെയ്യട്ടെ? ഇതുവരെ ആ ഫോൺ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അതോർക്കുമ്പോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശിവ. ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടേ? എനിക്ക് ജീവിക്കണ്ട ശിവ. എനിക്ക് മരിച്ചാ അടിച്ച് ഞാൻ നിന്നെ. ഛേ, നീ മരിച്ച ആ ഫോൺ തിരികെ കിട്ടുമോ? അതോ ആ വീഡിയോ പുറത്തു വരാതിരിക്കോ? ഒരു പ്രോബ്ലം വന്ന ആദ്യമേ മരിക്കാൻ പോകുന്ന അല്ല സൊല്യൂഷൻ. അങ്ങനെ ചിന്തിച്ച എല്ലാ മനുഷ്യന്മാർക്കും മരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എടാ, എല്ലാ വഴിയും നമ്മൾ നോക്കി, ഇനി നമുക്ക് നോക്കാം. ആ ഫോൺ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നോക്ക് ശശി, നമ്മൾ ചെയ്ത് തെറ്റാ. നമ്മൾ ചെയ്ത് തെറ്റ് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചാൽ മതിയാവും. നമുക്ക് ഫേസ് ചെയ്യാം. എന്ത് കോൺസിക്വൻസ് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം. എന്ത് പ്രശ്നം വന്നാലും അത് നിന്നെ ബാധിക്കാതെ ഞാൻ തീർച്ചയായും നോക്കിക്കോളാം. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ശശി. നിനക്ക് തുണയെ ഞാനുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഫേസ് ചെയ്യാം നമുക്ക്. എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാം. ബട്ട്
ചേർന്നല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. എന്തെന്ന് വെച്ചാ ഫോൺ കളഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ നിന്നെ വിട്ടു പോവാൻ ഞാൻ തീരുമാനിച്ചതാ. ശശി, പ്ലീസ് ഡോണ്ട് ട്രൈ ടു സ്റ്റോപ്പ് മീ. ഞാനോ